മക്കയിൽ ഹജ്ജ് സന്നദ്ധ സേവനത്തിന് അനുമതി ലഭിക്കാൻ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ സി മുഹമ്മദ് ഫൈസി ഇന്ത്യൻ കോൺസുൽ ജനറലിന് കത്തയച്ചു. മക്കയിലേക്കുള്ള പ്രവേശനം സൗദി സുരക്ഷാ വിഭാഗം കടുപ്പിച്ചത് സന്നദ്ധ പ്രവർത്തനത്തെ ബാധിക്കരുത് എന്നാണ് ആവശ്യം. മലയാളി സന്നദ്ധ പ്രവർത്തകരുടെ ഹജ്ജ് സേവനം ഈ വർഷം അനിശ്ചിതത്വത്തിലാണ്. മലയാളികൾ ഉൾപ്പെടെയുള്ള വോളണ്ടിയർമാർ ഹജ്ജ് വേളയിൽ മീന, അറഫ, മുസ്ദലിഫ തുടങ്ങിയ സ്ഥലങ്ങളിൽ നടത്തിവരുന്ന സേവനങ്ങൾ ഇത്തവണ അനിശ്ചിതത്വത്തിലായ പശ്ചാത്തലത്തിലാണ് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചെയർമാന്റെ ഇടപെടൽ. സന്നദ്ധ സംഘടനകൾക്ക് ഹജ്ജ് സേവനത്തിന് അനുമതി ലഭിക്കുന്നതിന് അടിയന്തര ഇടപെടൽ നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ചെയർമാൻ സി മുഹമ്മദ് ഫൈസി ഇന്ത്യൻ കോൺസുൽ ജനറൽ മുഹമ്മദ് ഷാഹിദ് ആലമിന് കത്തയച്ചു. സൗദിയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും KMCC, ICF, RSI, OICC, നവോദയ, തനിമ, വിഖായ, KCF തുടങ്ങി പല സംഘടനകൾക്ക് കീഴിൽ ആയിരക്കണക്കിന് വോളണ്ടിയർമാർ ഹജ്ജ് സേവനത്തിന് മക്കയിലെത്താറുണ്ട്. എന്നാൽ ഈ വർഷം നിയന്ത്രണങ്ങൾ കൂടുതൽ ശക്തമാക്കിയ പശ്ചാത്തലത്തിൽ സേവന പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കാൻ ഇന്ത്യൻ കോൺസുലേറ്റ് സംഘടനകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അധികൃതർ നിർദ്ദേശിക്കുന്ന അനുമതി പത്രമില്ലാതെ ആരും മക്കയിൽ പ്രവേശിക്കരുതെന്നും മക്കയിലുള്ളവർ മിനായിൽ പ്രവേശിക്കരുതെന്നും നിർദ്ദേശമുണ്ട്. പുണ്യഭൂമിയിൽ പ്രവേശിക്കുന്നതിന് നുസുക് കാർഡോ ജോലി ചെയ്യുന്നതിനുള്ള പെർമിറ്റോ വേണമെന്നാണ് നിർദ്ദേശം. എല്ലാ വർഷവും കോൺസുലേറ്റ് ഇഷ്യൂ ചെയ്യാറുള്ള മീന, അറഫ ഡ്യൂട്ടി കാർഡുകൾക്കും ഇത്തവണ നിയന്ത്രണം ഏർപ്പെടുത്തി. മുൻ വർഷങ്ങളെപ്പോലെ അറഫ കഴിഞ്ഞാലും ഹജ്ജ് കർമ്മങ്ങൾ അവസാനിക്കുന്നതുവരെ നിയന്ത്രണം തുടരുമെന്ന റിപ്പോർട്ടുകളുമുണ്ട്. ഈ സാഹചര്യത്തിൽ പുറമേ നിന്നുള്ള പ്രവർത്തകർ ഹജ്ജ് സേവനത്തിന് എത്തേണ്ടതില്ല എന്ന് പല സംഘടനകളും ഇതിനകം നിർദ്ദേശം നൽകി. മക്കയിലുള്ള പ്രവർത്തകരുടെ സേവനം മക്കയിൽ തുടരുന്നുണ്ടെങ്കിലും വിസിറ്റ് വിസക്കാർ മക്കയ്ക്ക് പുറത്തു പോകണമെന്ന് ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇത് മക്കയിൽ വിസിറ്റ് വിസയിലുള്ള വനിതാ പ്രവർത്തകരുടെ സേവനത്തെയും ബാധിച്ചു. ഇന്ത്യയിൽ നിന്നുള്ള തീർത്ഥാടകർക്കും നിയമപാലകർക്കും ഏറെ ആശ്വാസം നൽകുന്ന സന്നദ്ധ പ്രവർത്തകരുടെ സേവനത്തിന് തടസ്സമില്ലാതിരിക്കാൻ അടിയന്തര ഇടപെടൽ വേണമെന്നാണ് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ജലീൽ കണമംഗലം, 24 ജിദ്ദ.